കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മലയാള പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അലമാരിൽ വെച്ച് കഴിഞ്ഞാൽ സമ്പത്തിനെ ആകർഷിക്കുകയും മൂലമന്ത്രം ദിവസം രാവിലെ 11 പ്രാവശ്യം അതിൽ തൊട്ട് ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദിവസേന ഉള്ള ദോഷഫലങ്ങളെ ഒഴിവാക്കാനും ശുഭഫലങ്ങളെ വർദ്ധിപ്പിക്കാനും ദിവസം പ്രകാശപൂരിതമായിട്ട് അല്ലെ ശോഭനപൂരിതമായിട്ട് മനസ്സിന് സന്തോഷം ഉളവാക്കുന്ന കാര്യങ്ങൾ നടക്കാനും സഹായിക്കുന്ന 5 അതിബൃഹത്തായിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളുടെ യന്ത്രങ്ങളെക്കുറിച്ചാണ്. യന്ത്രങ്ങളെക്കുറിച്ച് പല വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. യന്ത്രങ്ങൾ എന്ന് വെച്ചാൽ ചക്രങ്ങളായിട്ട് ചെയ്യാറുണ്ട്, ഏലസായിട്ട് ചെയ്യാറുണ്ട്, അല്ലാതെ എഴുതി നമുക്ക് ഫ്രെയിം ചെയ്തിട്ട് പൂജാമുറിയിൽ, പ്രധാന വാതിലിൻ്റെ മുകളിൽ, നമുക്ക് അലമാരിയിൽ, ഓഫീസിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് ഒക്കെ വെക്കുന്ന സമ്പ്രദായമുണ്ട്. ഞാൻ ഈ പറയുന്ന ചക്രങ്ങൾ അലമാരി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അത് ജാതി മത ഭേദമന്യേ ആർക്കും വെക്കാവുന്നതാണ്. നമ്മളിത് വൃത്തിയായിട്ട് ആദ്യം നമുക്ക് ആവശ്യമായ യന്ത്രം ഇതിലേതാണോ അത് നല്ല ഒരു ആചാര്യനെ കൊണ്ട് എഴുതിപ്പിക്കണം. റെഡിമെയ്ഡ് യന്ത്രങ്ങൾ ധാരാളം ഇന്ന് നമുക്ക് വിപണികളിലും പൂജക്കടകളിലും മറ്റും കാണാൻ കിട്ടാറുണ്ട്. അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം സിദ്ധിക്കില്ല. ഇന്ന് പല ക്ഷേത്രങ്ങളിലും 100 രൂപ 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമൊക്കെ ഇട്ടിട്ട് തകിട്, അത് വെള്ളി തകിടൊന്നും പോലും അല്ല, ഈ അലുമിനിയം ഷീറ്റൊക്കെ ആയിരിക്കണം. നല്ല 100 രൂപയ്ക്ക് 150 രൂപയ്ക്ക് വെള്ളിക്ക് തന്നെ ഇപ്പോൾ എന്ത് വരണം നിങ്ങൾക്കറിയാം. ഇതടിച്ച് പരത്തിയെടുക്കണം, കൃത്യമായ അളവിൽ ഇത് വരച്ച് പൂജ കഴിച്ച ഒരു യന്ത്രം എങ്ങനെയാണ് നമുക്ക് 100 രൂപ 150 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? അപ്പം പല ക്ഷേത്രങ്ങളിലെ സ്റ്റാളുകളിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അവരെ ആരുടെയും വയറ്റ് തെളിക്കാൻ വേണ്ടി പറയുകയല്ല. ഞാൻ അതൊന്നും വെച്ചുകൊണ്ട് മെഷീൻ പ്രിൻ്റായിട്ടുള്ള യന്ത്രങ്ങൾ വെച്ചാൽ യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. ഒരു യന്ത്രം ഒരു സാധകനിൽ നിന്നും ഉണ്ടാവേണ്ട അവസ്ഥയാണ്. അത് നമ്മുടെ പേര്, നാള്, വീട്ടുപേര്, സ്ഥാപനത്തിൻ്റെ പേര് ഒക്കെ വെച്ച് എഴുതി അതിനകത്ത് കാര്യസാധ്യം എഴുതി അത് വൃത്തിയായിട്ട് പൂജിച്ച് മിനിമം 3 ദിവസം 5 ദിവസം 7, 11, 21 അങ്ങനെയുള്ള ദിവസങ്ങളിൽ പൂജ കഴിച്ച് വെക്കുന്ന യന്ത്രം തീർച്ചയായിട്ടും അത് യന്ത്രം വാങ്ങിക്കുമ്പം അതിൻ്റെ ഒരു ഉപാസനയായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ മേടിക്കുന്ന ആചാര്യനിൽ നിന്നും അതിൻ്റെ മൂലമന്ത്രങ്ങളുടെ ഉപദേശം വാങ്ങിച്ച് ആ മൂലമന്ത്ര ഉപദേശം വാങ്ങി പ്രത്യേകം ദക്ഷിണ കൊടുക്കണം. പ്രത്യേകം ദക്ഷിണ കൊടുത്തിട്ട് വേണം നമ്മൾ മൂലമന്ത്ര ഉപദേശം വാങ്ങിക്കാനായിട്ട്. നിത്യം രാവിലെ അത് കുളിച്ച് ശരീരശുദ്ധി വരുത്തി നിത്യം പ്രാർത്ഥിക്കുന്ന മന്ത്രങ്ങളെല്ലാം പ്രാർത്ഥിച്ച ശേഷം നമുക്ക് ഒരു ചന്ദനത്തിരിയോ ഒരു നെയ്വിളക്കോ ഒരു സാധാരണ വിളക്കോ എന്തെങ്കിലും യന്ത്രത്തിനെ ഒന്ന് കാട്ടിയ ശേഷം നമുക്ക് ഈ പറഞ്ഞ മന്ത്രം നമ്മൾ ഇടത് കയ്യിൽ യന്ത്രം വെക്കുകയും വലത് കയ്യിൽ 5 വിരലും ആ യന്ത്രത്തിൻ്റെ നടുഭാഗത്തേക്ക് ഈ രീതിയിൽ വെച്ച്, അല്ലെങ്കിൽ 5 വിരലും അത് നിവർത്തി വെച്ചായാലും തെറ്റില്ല, അത് തൊട്ട് മൂലമന്ത്രം 11 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയുള്ള ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന യന്ത്രങ്ങളാണ്. അതിൽ ഒന്നാമത്തെ യന്ത്രം എന്ന് പറഞ്ഞാൽ സുദർശന ചക്രം അല്ലെങ്കിൽ മഹാസുദർശന യന്ത്രം എന്ന് പറയും. മഹാസുദർശന യന്ത്രം ഈ പറഞ്ഞതുപോലെ തന്നെ വിഷ്ണു സങ്കല്പത്തിലുള്ള അതിബൃഹത്തായിട്ടുള്ള ഒരുപാട് യോഗങ്ങളെ, ഒരുപാട് നന്മയെ, ഒരുപാട് ഐശ്വര്യങ്ങളെ, ആ പേര് പോലെ സുദർശനം, നല്ല ദർശനങ്ങളെ, നല്ല വഴികളെ പ്രദാനം ചെയ്യുന്ന ഒരു യന്ത്രമാണ് മഹാസുദർശന ചക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ. രണ്ടാമത് ഹനുമൽ ചക്രമാണ്. നമുക്ക് വായുവേഗത്തിൽ പ്രശ്നങ്ങൾ മാറാനായിട്ട്, പ്രതിസന്ധിയെ മറികടക്കാനായിട്ട്, സമ്പത്തിനെ ആകർഷിക്കാനായിട്ട്, കാഞ്ചനമല എന്ന് കേട്ടിട്ടില്ല, അപ്പം കാഞ്ചനം അതായത് സ്വർണത്തിനെ നമുക്ക് ആകർഷിക്കാനൊക്കെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള യന്ത്രമാണ് ഹനുമൽ ചക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ. മൂന്നാമത് സാക്ഷാൽ ദേവി സ്വരൂപത്തിലുള്ള ശ്രീ ലളിതാ ചക്രം, ലളിതാ പരമേശ്വരി ചക്രം, ലളിതാ ഭഗവതി ചക്രം ഒക്കെ, ഇത് മൂന്നും എല്ലാം ഒന്ന് തന്നെയാണ്. 2-3 പേരുകൾ അറിയപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ ചക്രം വരുന്നത് നമുക്ക് ഭാഗ്യവർദ്ധനവിന്, നമുക്ക് പുതിയ വഴികൾ തുറന്നു കിട്ടാൻ, വഴികൾ അടഞ്ഞു കിടക്കുന്നവർക്ക് വഴികൾ തുറന്നു കിട്ടാൻ, സമ്പത്തിൻ്റെ വഴിയെ തുറക്കാൻ ഒക്കെ നമുക്ക് സഹായിക്കുന്നൊരു യന്ത്രമാണ് ലളിതാ ചക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്തത് നമുക്ക് തടസ്സങ്ങൾ നീങ്ങാനായിട്ട് കിട്ടേണ്ട എന്ത് വസ്തുക്കളെ ആയാലും യഥാസമയം കൃത്യസമയത്ത് നമ്മുടെ കൈകളിൽ എത്തിക്കാനായിട്ട് ഹേരംബ ഗണപതി ചക്രം എന്ന് പറയും. ഹേരംബ ഗണപതി ചക്രം വെച്ച് കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, നമുക്കവിടെ ഒരു ആകർഷണത്വം, എല്ലാവരുടെയും മുന്നിൽ ഒരു സ്ഥാനമാനങ്ങൾ, എല്ലാവരുടെയും മുമ്പിൽ നമുക്കൊരു യശസ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന യന്ത്രമാണ് ഹേരംബ ഗണപതി ചക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അഞ്ചാമത്തേത് ഭൈരവ ചക്രമാണ്. നമുക്ക് ശത്രുകൃതമായിട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടാനായിട്ട്. അതിലെ ധനാകർഷണ ഭൈരവമൂർത്തി എന്ന് പറയുന്ന മൂർത്തിയുണ്ട്. അത് ലക്ഷ്മി ദേവിയുടെ ഉപാസകനായിട്ട്, ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച ഒരു ശിവസങ്കല്പമായിട്ട് ഒക്കെ നമുക്ക് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ആ ധനാകർഷണ ഭൈരവമൂർത്തി
സ്വരൂപത്തിൽ ഉള്ള യന്ത്രം, അല്ലെങ്കിൽ ഭൈരവ ചക്രത്തിനകത്ത് ധനാകർഷണ ഭൈരവ മന്ത്രം കൂടെ ഞാൻ നേരത്തെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധനാകർഷണ ഭൈരവ മന്ത്രം കൂടെ ആഡ് ചെയ്ത് ആ ഭൈരവ ചക്രം ചെയ്യുകയാണെങ്കിൽ ധനത്തെ ആകർഷിക്കാൻ, ശത്രുദോഷത്തിനെ നിശേഷം മാറ്റാൻ ഒക്കെ നമുക്ക് സഹായിക്കും. നമുക്ക് ഈ യന്ത്രങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവനവൻ്റെ സമയവും ദൈവാധീനവും കൂടെ നോക്കി ഇതിലേത് ചക്രമാണോ അവന് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതിബൃഹത്തായിട്ടുള്ള 5 യന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആയിരക്കണക്കിന് യന്ത്രങ്ങളുണ്ട്, അതിൽ പവർ കൂടിയ ചക്രങ്ങൾ ഞാനിവിടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.